അവർക്കെല്ലാം ഈ ഒരു അവസ്ഥ തന്നെയാണ് വരുന്നത്. എന്നാലും അടവടെല്ലാം പെട്ടു. ഈ എലിക്കണിയും കൊണ്ട് സുന വെച്ച അവസ്ഥയാണ്. കെണിയിൽ പെടുകയും ചെയ്ത് കെണിയൊട്ട് ഊരി മാറ്റാനും പറ്റത്തില്ല. അത് ചെന്നുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ കൂടി നടന്നേ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഓസ്കാർ അവാർഡ് ജേതാവ് എന്തായാലും ചെന്ന് പെട്ടു. ഇനിയിപ്പോൾ ചുമക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സജന നൂർ, ഓസ്കാർ ജേതാവ് ദിയാസന, ഇപ്പോൾ പുതിയൊരു യൂണിവേഴ്സ് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി ഉണ്ട്, സജനയുടെ മുൻ ഭർത്താവ്. അദ്ദേഹത്തിന് ഞാൻ ഇതിനകത്തോട്ട് വലിച്ചിഴക്കാത്തതിന് കാരണം ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു വിഷയത്തിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഗെയിം നേരിട്ട് സജനയും ദിയയും അതാണ് നമ്മുടെ ഓസ്കാർ അവാർഡ് ജേതാവും തമ്മിലാണ്. ഈ ഒരു വിഷയത്തിലേക്ക് ദിയയെ വലിച്ചിഴക്കുന്നത് നമ്മുടെ സജന തന്നെയാണ്. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിന് അവരൊരു പോഡ്കാസ്റ്റ് നൽകി. അതിനകത്ത് ഈ ദിയാസന MDMA യൂസ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം ഈ പറയുന്ന സജന നൂർ ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ട് നടന്ന കോൺട്രവേഴ്സികളെ കുറിച്ചെല്ലാം നമുക്ക് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അങ്ങനെ ആ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കല്യാണിയുമായി ബന്ധപ്പെട്ട ആ ഒരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. അതോടുകൂടി തന്നെ ഈ 3 കഥാപാത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് വാനിഷായി. എന്നാൽ കഴിഞ്ഞ ദിവസം ദിയാസന ന്യൂസ് 18 മലയാളം എന്ന് പറയുന്ന ചാനലിന് ഒരു ബൈറ്റ് നൽകി. ബൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒരു ന്യൂസ് അവറിനകത്ത് നാദിറ മെഹ്റൻ ആങ്കറായിട്ട് വന്ന ഒരു ന്യൂസ് അവറിനകത്ത് ദിയാസന ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് അതിന്റെ കുറച്ചധികം ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. അവർക്ക് നല്ല വൃത്തിയായിട്ട് ആഘോഷിക്കാനുള്ള ഒരു വകുപ്പായി. പക്ഷേ ഇവർ കരുതിയതെന്ന് വെച്ചാൽ എന്നെ അങ്ങ് തൊലച്ച് കളയാം, എന്നെ അങ്ങ് ഇല്ലാതാക്കി കളയാം, എൻ്റെ അതായത് എൻ്റെ പാസ്റ്റ് ലൈഫ് അതുപോലെ എനിക്ക് അഗെയിൻസ്റ്റുള്ള ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന കേസുകളിലെ പ്രതികൾ ഇവരെയൊക്കെ കൂട്ടിയിട്ട് ഒരു കൂട്ടം വലിയൊരു കൊട്ടേഷൻ ഇതിനകത്ത് വരികയാണെന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് റസൂൽ പൂക്കുട്ടിയുടെ പേര് സംസാരിക്കാത്തതെന്നുള്ളത്. റസൂൽ പൂക്കുട്ടി, സജന എന്ന് പറയുന്ന 2 പേരുടെ വളരെ പേഴ്സണലായിട്ടുള്ള വിഷയം, അവരുടെ മാത്രം പ്രൈവസി, അത് നമ്മൾ ആരും കൈകടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ വിഷയം സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല. അത്തരം പ്രൈവസിയിലുള്ള ഒരു ലൈഫിൽ സജന തന്നെ പബ്ലിഷ് ചെയ്യുന്നു. ആ വിഷയത്തെ മറയ്ക്കാൻ വേണ്ടി കൂട്ടുകാരായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന ആളുകളെ ഇട്ടുകൊടുക്കുന്നു. അവിടെയും ഇതിനകത്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സജന നൂർ, നമ്മുടെ ഓസ്കാർ അവാർഡ് ജേതാവ്, ഇവർ തമ്മിലുള്ള വിഹിത കഥകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന സജനയും നമ്മുടെ ഓസ്കാർ ജേതാവും ശരിക്കും ചീഞ്ഞു നാറി. നമ്മൾ പണ്ടുള്ളവർ പറയും ഈ അവിഹിതം എന്നത് ഉണക്കമീൻ പോലെയാണ്, നാട്ടുകാർക്ക് മുഴുവൻ നാറിയാലും അത് കഴിക്കുന്നവന് നാറില്ല എന്ന്. അതേപോലെ തന്നെയായിരുന്നു ഈ ഒരു സംഭവത്തിനകത്ത് ആദ്യം നടന്നുകൊണ്ടിരുന്നത്. ഇത് മൊത്തം സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സി ആയി നിൽക്കുന്ന സമയത്ത് പോലും ഈ 2 വ്യക്തികളെയും അത് ബാധിക്കുന്നില്ല എന്ന തരത്തിലായിരുന്നു ഇവർ മുന്നോട്ട് പോയത്. പിന്നീട് അങ്ങോട്ട് ഇത് ശരിക്കും ചീഞ്ഞു നാറി ഇവർക്ക് നിൽക്കാൻ വയ്യ എന്നൊരു സിറ്റുവേഷനിലാണ് ഈ സജന കുറേയധികം പ്രതികരണമായിട്ട് രംഗത്ത് വരുന്നതും ദിയാസനയെ വലിച്ച് ഇതിലേക്ക് ഇടുന്നതും. അങ്ങനെ ദിയാസനയെ വലിച്ച് ഇതിനകത്തോട്ട് ഇട്ടതാണ് ഇതിപ്പോൾ ഇത്രയധികം വഷളായത്. അല്ലെങ്കിൽ ഫിറോസ്, സജന, നമ്മുടെ ഓസ്കാർ ജേതാവ്, ഇവർ തമ്മിലുള്ള ഒരു ഫാമിലി ഇഷ്യൂ അത് മാത്രമായിട്ട് ഇത് മാറുമായിരുന്നു. പക്ഷെ ഇതിനകത്തോട്ട് 4മതൊരാളെ വലിച്ചിടിച്ചതാണ് ഈ 3 പേർക്കും പറ്റിയ ഒരു തെറ്റ്, അല്ലെങ്കിൽ സജനയ്ക്ക് പറ്റിയ ഒരു തെറ്റ്. എന്നാൽ ഇതിനകത്ത് ഈ സജന പറയുന്നത് ദിയാസന MDMA യൂസ് ചെയ്തു എന്നുള്ള കാര്യമാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ഒരു ന്യൂസ് ചാനലിനകത്ത് ദിയാസന ഈ ഒരു പ്രതികരണം നടത്തുന്നത്. അതായത് ദിയാസന മുൻപ് പലരെയും കൂട്ടുവാൻ വേണ്ടിയിട്ട് കേസുകളും മറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആരോപണം ദിയാസനയ്ക്കെതിരെ വന്ന സമയത്ത് തൊട്ട് എല്ലാവരും തന്നെ, അതായത് ഇവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും തന്നെ ഒന്നിച്ച് നിന്നുകൊണ്ട് ദിയാസനയെ ഈ ഒരു കേസിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ദിയാസനയോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു ടെസ്റ്റ് എടുക്കുക. നിങ്ങൾ MDMA പോലുള്ള ഒരു ഡ്രഗും യൂസ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 7 ദിവസം അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ യൂറിൻ ടെസ്റ്റിനകത്ത് അത് കണ്ടെത്താൻ പറ്റില്ല. ഇനി ബ്ലഡ് ടെസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ ബ്ലഡിനകത്ത് ഈ പറയുന്ന MDMAയുടെ കണ്ടന്റ് നിൽക്കില്ല. പിന്നെ ഉള്ളത് മുടി ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതിനകത്താണെങ്കിൽ 3 മാസത്തിൽ കൂടുതൽ ഈ സംഭവം നമ്മുടെ മുടിയുടെ സാമ്പിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. 3 മാസം വരെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് 3 മാസത്തിനുള്ളിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ഇപ്പോൾ ചെക്ക് ചെയ്താലും അതിനകത്തൊന്ന് ആ കണ്ടന്റ് കിട്ടും. അത് മാത്രമേ നിങ്ങൾക്ക് പേടിക്കേണ്ടതുള്ളൂ. നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ പ്രൂഫ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചു കൊടുക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പോരാ. കാരണം ഇത് നിങ്ങൾക്കെതിരെ പബ്ലിക് ഡൊമൈനിൽ വന്ന ഒരു ആരോപണമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഈ സാധനം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവെക്കണം.
പിന്നെ നമ്മുടെ ഷമീർ കാണിച്ച കണക്കുള്ള മണ്ടത്തരം കാണിക്കരുത്. അവനാണെങ്കിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ഡ്രഗ് അവൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ടെസ്റ്റ് റിസൾട്ട് അവന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നപ്പോൾ അവൻ അതിന്റെ PDF എടുത്തിട്ട് അത് തിരുത്തിയിട്ട് അതിന്റെ കോപ്പി എടുത്തിട്ടാണ് അവൻ യൂട്യൂബ് ചാനൽ വഴി ജനങ്ങളെ കാണിച്ചത്. ഇപ്പൊ അത് കേസായി. അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. എന്നാലും ദിയക്ക് പറയാനുള്ള ബാക്കിയും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. അവിടെയും അവരൊരു വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിരുന്നു. റസൽ പൂക്കുട്ടി അവരെ വിവാഹം കഴിച്ചു എന്നാണ് അവർ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്തു. കാരണം ഒരാളുടെ പേഴ്സണൽ ലൈഫ്, ഒരാൾ എത്ര കെട്ടി അല്ലെങ്കിൽ ആരുടെ കൂടെ എന്ത് ഏതെന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം വിഷയങ്ങളിൽ അവരോടൊപ്പം നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങൾ തമ്മിൽ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നതും സംസാരം നിർത്തുന്നതും തന്നെ ഇവർ വിവാഹ ബന്ധം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയ്ക്ക് ഇത്തരം വിഷയങ്ങളെ പറ്റി അറിയില്ല എന്നുള്ള സാഹചര്യത്തിലാണ് അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇന്ന് ഈ സൈബർ ഇടത്ത് ഒരു റസൂൽ പൂക്കുട്ടി പേരോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിയാസനോ പേരോ മാത്രം ലൈം ലൈറ്റിലും അതിലേക്ക് ആളുകൾ ഫോക്കസ് ചെയ്യുകയും അതിനെ വളരെ വലിയ രീതിയിൽ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഇതിപ്പോ ശരിക്കും പറഞ്ഞ പഞ്ചായത്ത് കോടതികൾക്ക് എല്ലും കഷ്ണം കിട്ടിയ അവസ്ഥയിലേക്കാണ്. ദിയാസനെ വലിച്ചു കയറാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് കാത്തിരിപ്പുണ്ടായിരുന്നു. അവരുടെ മുന്നിലേക്കാണ് ഈ പറയുന്ന സജിന എടുത്ത് ഈ MDMA വിഷയം ഇട്ടത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരെല്ലാം കൂടി വളഞ്ഞിട്ടടിക്കാൻ തുടങ്ങി. അതിനകത്ത് സംഘപരിവാറിന്റെ ആൾക്കാരുണ്ട്, തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്, അതേപോലെ തന്നെ ഇവര് കുറെ അധികം വള്ളിക്കെട്ടുകൾ സാധാരണക്കാരുമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഇവരെ വലിച്ചു കയറി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് എനിക്ക് ശരിക്കും പറഞ്ഞത് നമ്മുടെ കേരള പോലീസിനോടാണ് പറയാനുള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങളൊന്നും തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയിൽ കോടതികൾ പോലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളിൽ പോലും സ്വമേധയാ കേസെടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഡിജിറ്റൽ എവിഡൻസുകൾ തെളിവായിട്ട് കോടതി പോലും സ്വീകരിക്കുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ തൊപ്പിക്കെതിരെ വന്ന അലിഗേഷൻ, അതേപോലെ തന്നെ ഈ ഫിറോസ് ഖാനെതിരെ വന്ന അലിഗേഷൻ, ഈ ദിയാസനക്കെതിരെ വന്ന അലിഗേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ട ബാധ്യസ്ഥത നമ്മുടെ കേരള പോലീസിനാണ്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ അത് ചെയ്യുന്നില്ല. തൊപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലൈവിലാണ് അവന്മാർ ഓരോ സാധനം എടുത്ത് കാണിച്ചത്. എന്നിട്ട് പോലും അത് തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നാണ് പറഞ്ഞത്. നാളിതുവരെയായിട്ട് അന്വേഷണം എങ്ങും എത്തിയതായിട്ട് അറിഞ്ഞില്ല. ഒരുത്തരാണെങ്കിൽ ഒളിവിലാന്ന് പറയുന്നുണ്ട്. അവൻ ഡെയിലി അവന്റെ യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. എന്തേ ഈ ഫോണിന്റെ IP അഡ്രസ്സും മറ്റു കാര്യങ്ങളും ട്രാക്ക് ചെയ്ത് അവനെ കണ്ടെത്താൻ പറ്റുന്നില്ലേ? അത്രത്തോളം പഴഞ്ഞ സിസ്റ്റമാണോ നമ്മുടെ കേരള പോലീസിന്റെ കയ്യിൽ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോലീസ് സേനയെ അങ്ങ് പിരിച്ചുവിടുക. വേറൊന്നും പറയാണ്ടില്ല. അപ്പൊ എന്തായാലും ബാക്കിയും കൂടി നമുക്ക് കാണാം. ഞാൻ ശരിക്കും എനിക്ക് അത്രമാത്രം ബുള്ളിങ് സഹിക്കവയ്യാതെ ഞാൻ പോയി കേട്ടോ. ഞാൻ ശരിക്കും ലാബുകളിലും ഹോസ്പിറ്റലുകളൊക്കെ അന്വേഷിച്ചു. ഇതിനകത്ത് യൂറിൻ ടെസ്റ്റ് മാത്രമാണ് ഞാൻ അതിനുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല ഇതുവരെയ്ക്കും. ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പം നമ്മളാൽ കഴിയുന്ന സാധനം ഇതാണ്. ഇനിയും ജനങ്ങൾക്ക് ദിയാസനയെ അല്ലെന്നുണ്ടെങ്കിൽ ആരെയോ ഞാൻ ഇതുവരെയും അവർക്കെതിരെ അത്തരത്തിലൊരു അലിഗേഷൻ ഉണ്ടാക്കിയില്ല. വേറെ ആളുകൾ വന്നാണ് അവർക്കെതിരെ പറയുന്നത്. അവർക്കെതിരെ ഒരുപാട് പ്രൂഫുകൾ എൻ്റെ കയ്യിലുണ്ട് ശരിക്കും. പക്ഷെ അപ്പോൾ പോലും നിയമപരമായിട്ട് പരാതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ടെസ്റ്റ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിന്റെ റിസൾട്ട് വരാണ്ട് കുറച്ച് താമസമുണ്ട് എന്നൊക്കെയാണ് ദിയാസന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ. വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പ്രൂവ് ചെയ്യിക്കാം. ഇനിയിപ്പോൾ ടെസ്റ്റിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ സജിനയ്ക്കെതിരെ കേസിന് പോകാം. കേസിന് പോയി കഴിഞ്ഞാൽ സജിന അട്ട വടലം പെടും. നിങ്ങൾ ഡീഫർമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്ന കാരണം സജിന നിങ്ങൾ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം തരേണ്ടതായിട്ടൊക്കെ വരും. ഇതൊക്കെ ഇനിയിപ്പോൾ സജിന എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഓസ്കാർ അവാർഡ് ജേതാവിന് മാസാമാസം ആ ഒരു സിനിമയിൽ നിന്ന് ഇപ്പോഴും വരുമാനം കിട്ടുന്നുണ്ട് എന്നെനിക്ക് ഒരു ചെറിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ആ സിനിമയുടെ നായകനായിട്ടുണ്ടായിരുന്ന അനിൽ കപൂറിന്റെ ഒരു ഇന്റർവ്യൂ ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും പ്രതി മാസമോ പ്രതി വർഷമോ വേണ്ടും ആ ഒരു സിനിമയുടെ ഒരു ലാഭത്തിന്റെ വിഹിതം ഇപ്പോഴും മുടങ്ങാതെ കിട്ടുന്നുണ്ട്. അതിന് നികുതിയും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ ഇദ്ദേഹത്തിനും അത് കിട്ടുന്നുണ്ടായിരിക്കും. അതായത് സിനിമയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഓസ്കാർ ജേതാവിന് അങ്ങോളം സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ വകയും അദ്ദേഹത്തിന്റെ ആ ഒറ്റ സിനിമയിൽ നിന്ന് കിട്ടുമെന്നാണ് എനിക്ക് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ സജിനയ്ക്കെതിരെ ഈ പറയുന്ന ദിയാസന ഒരു ഡീഫർമേഷൻ കേസ് കൊടുത്താലും അദ്ദേഹം അത് കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ കുറേയധികം നാറിയ കഥകൾ ഈ പറയുന്ന സജിനയ്ക്ക് അറിയാമെന്നാണ് ദിയ പറയുന്നത്. എന്തായാലും നമുക്ക് ആ ന്യൂസ് ചാനലിനകത്ത് വന്ന ബാക്കിയും കൂടി ഒന്ന് കാണാം. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ചെയ്യാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ചില ആളുകൾ പറയാണ് അതങ്ങ് ഇട്ടുകൊടുത്ത തീരാന്നുള്ളതിൽ അതങ്ങ് ഇട്ടുകൊടുത്ത ആരെയാണ് ഞാൻ പ്രൂവ് ചെയ്യേണ്ടത്?
ഞാൻ ആരെയാണ് പോകേണ്ടത്? അവിടെ ഒരു കാര്യം എങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ സജന ഈ പറഞ്ഞ പോലെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആ ചലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട മനുഷ്യരൊന്നും അല്ല. കാരണം നമുക്കെതിരെ ഒരു ആരോപണം നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ സമയമൊക്കെ നമുക്ക് വിലപ്പെട്ടതാണ്, നമ്മുടെ ജോലി തിരക്ക് വിലപ്പെട്ടതാണ്, നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ രാഷ്ട്രീയ വിലപ്പെട്ടതാണ്. സാമൂഹ്യ സാംസ്കാരിക ഇടങ്ങളിലുള്ള മനുഷ്യരെ പല പാർട്ടി പൊളിറ്റീഷ്യൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് വെല്ലുവിളിക്കുന്നു. പലരും പല 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 വേണമെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അതൊരു accept സൈഡിൽ കൂടെ ചെയ്യാതിരിക്കാം. പോകും, അതൊരു ഇതിൽ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ MDMA ആരോപണത്തിൽ ദിയാസിനെ മാത്രം ഇങ്ങനെ തന്നെ നിൽക്കുന്നത്? അത് ദിയാസനെ അറ്റാക്ക് ചെയ്യണം. എന്നെ അറ്റാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കണ പോലെയുള്ള ഈ സൈബർ സ്പേസിലല്ല. കാരണം ഈ സൈബർ സ്പേസ് ഒരുപാട് കണ്ടുവന്നതാണ്. അങ്ങനെ സൈബർ സ്പേസ് കണ്ടുവന്ന ഒരു വ്യക്തി എന്തിന് ഈ ഒരു സാധനം ഞാൻ ആർക്ക് മുന്നിലാണ് തെളിയിക്കേണ്ടതെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ വന്നു. കാരണം നിങ്ങളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. നിങ്ങൾ ഇന്ന് ഇത് തെളിയിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു ജെനുവിൻ ആയിട്ടുള്ള വിഷയത്തിൽ ഇടപെട്ടാൽ പോലും നിങ്ങളോട് ആളുകൾ വന്ന് ചോദിക്കും, നിനക്കെന്ത് യോഗ്യതയാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെടാനായിട്ടെന്ന്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നിട്ട് അത് സത്യമല്ല, കള്ളമാണെന്ന് തെളിയിക്കാണ്ട് നിങ്ങൾ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ റിലവൻ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നതെന്ന് സാധാരണക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരു പൗരൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഉത്തരം മുട്ടിപ്പോകും. ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ദിയ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്തും കുറെ അധികം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാം. അതും ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് നോക്കണം, എനിക്ക് കാശ് കഷ്ടപ്പെട്ടാലും മാത്രമേ എൻ്റെ കുടുംബം നോക്കാനും എൻ്റെ മോനെയൊക്കെ നോക്കാനൊക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇവളെ പോലെയൊന്നും പോയിട്ട് കുറെ കാട്ടവരാതം കാണിച്ച് കുറെ ആളുകളെ കൂടെ പോയി കുറെ ആളുകളെ പണം തട്ടിപ്പും നടത്തി കുറെ ആളുകളെ പറ്റിച്ചും കുറെ ആളുകളെ വെട്ടിച്ചും ഒന്നുമല്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ റസൂൽ പൂക്കുട്ടി ഇരിക്കുമ്പോഴും അപ്പുറത്തെ 2-3 എണ്ണത്തിനെ വെച്ചുകൊണ്ടിരുന്നിട്ട് തന്നെയാണ് അവളെ പരിപാടി. അവൾ എത്ര ലക്ഷം രൂപ ആരൊക്കെ കയ്യിൽ നിന്ന് എവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ പ്രൂഫ് ഉൾപ്പെടെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. സജന ചേച്ചി കുറെ ഫേക്ക് കാശ് കൊടുത്ത് വീഡിയോ ഈ പ്രൂഫൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അങ്ങ് പുറത്തോട്ട് ഇടുക. കാരണം ഇനിയിപ്പോ അവര് പ്രത്യേകിച്ച് നാറാണ്ടൊന്നുമില്ല, നാറും നാശമായി നാണം കെട്ടിരിക്കുക. ഇനി അവർക്ക് വല്ല ജിറാഫിന്റെ കഴുത്തും വല്ലതും വെച്ച് പിടിപ്പിക്കണം, തല നേരെ പിടിച്ചുകൊണ്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ. അതായത് വല്ല ജിറാഫിന്റെ കഴുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നേരെ മേളിലോട്ടല്ല നിൽക്കുന്നത്. അല്ലാതെ അവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. നോർമലി മനുഷ്യന്റെ കഴുത്താണെങ്കിൽ അവർ തല ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് നടക്കേണ്ടി വരും. ആ സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ചേച്ചി ധൈര്യമായിട്ട് കയ്യിലുള്ള എവിഡൻസ് ഒക്കെ എടുത്ത് പുറത്തോട്ട് ഇടുക. എന്തായാലും അവർ ചീഞ്ഞ് നാട് നിൽക്കുക. ഇനിയിപ്പോൾ അതിന്റെ മേളിലോട്ട് വലുതായിട്ടൊന്നും വരാനില്ല. ആ 2 പേരും അട്ടപ്പട്ടണം തേഞ്ഞൊട്ടിയിരിക്കുക. പിന്നെ അതിനിടയ്ക്ക് ഒരു കേസിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഇട്ടെന്ന് അറിഞ്ഞു. അതെന്തായാലും സ്വാഭാവികമായിട്ടും അതിനകത്തൊരു വിശദമായിട്ടുള്ള അന്വേഷണം വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഓഡിയോ പബ്ലിഷ് ചെയ്ത യൂട്യൂബറും വിടും, അതേപോലെ തന്നെ ആ ഓഡിയോ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത സജിനയും വിടും. എന്തായാലും അത് ദിയാസനയാണ് അവർക്ക് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദിയാസനയുടെ കുടുംബത്തിൽ കയറി കളിച്ച ആൾക്ക് ദിയാസന അങ്ങനെ ഒരു ഓഡിയോ കൈമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സജിനയുടെ വിശ്വാസം സജിനയെ രക്ഷിക്കട്ടെ, അതേപോലെ ദിയയുടെ വിശ്വാസം ദിയയെയും. ഞാൻ എന്തായാലും ഈ 2 പേരുടെ പക്ഷം പിടിക്കേണ്ടില്ല. കാരണം സത്യം ആരുടെ ഭാഗത്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഒന്നും അറിയത്തില്ല. അറിയാൻ മേലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആരുടെ പക്ഷം പിടിച്ച് സംസാരിക്കാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് മുന്നിലേക്ക് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മളും ഇതിനകത്ത് പ്രതിയാവും, മീൻസ് നമ്മളും കുറ്റക്കാരനാവും സമൂഹത്തിന്റെ മുന്നിൽ. ഇപ്പൊ ഞാൻ ഇവരെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ നാളെ ടെസ്റ്റ് എടുക്കുമ്പോൾ ഇവരെങ്ങനെ ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ എന്നോട് നാട്ടുകാർ ചോദിക്കും, നീ അവളെ സപ്പോർട്ട് ചെയ്തല്ലേ എന്ന് ചോദിക്കും. വേറെ എന്തെങ്കിലും ഒരു ഡ്രഗ് കേസ് വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ഞാൻ സജിനെ പോയി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും, നീ കൺട്രോളർമാരുടെ വിഹിതത്തിന് കൂട്ടി നിൽക്കുമല്ലേ. അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ കൈ കിട്ടുന്ന ഒരു സാധനം വെച്ചുകൊണ്ട് നമ്മുടെ അഭിപ്രായം മാത്രം ആരുടെയും പക്ഷം പിടിക്കാതെ അങ്ങ് പറയുവാണെങ്കിൽ പ്രശ്നം തീരും. ഈ ഒരു കാര്യം ആ ഒരു വോയിസ് പുറത്തുവിട്ട യൂട്യൂബറും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ഇത് പെട്ട് കഴിഞ്ഞാൽ സ്ഥിരം കലാപരിപാടി പോലെ എല്ലായിരിക്കും ഊരി വരാണ്ട് ഇച്ചിരി പാടുണ്ട്. എന്തായാലും ഈ പതിവ് കലാപരിപാടി ഉണ്ടോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പുറന്തള്ളുന്ന വേസ്റ്റ് അതിൽ പോയിരുന്ന് വാരി തിന്നുക, എന്നിട്ട് വലിയ വീമ്പ് പറയുക. അങ്ങനെ വീമ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഓഡിയോ എടുത്ത് പുറത്തോട്ട് ഇട്ടതെങ്കിൽ അടപടലം തേഞ്ഞിട്ടും. കാരണം മറ്റൊന്നുമില്ല, ആ പെൺകുട്ടി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. ആ കുട്ടിയുടെ പ്രൈവസി ഉൾപ്പെടെ നിങ്ങൾ പബ്ലിഷ് ആക്കി എന്ന് പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ആ കുട്ടി നിയമപരമായിട്ട് നേരിടാണ്ട് നിയമപരമായിട്ട് ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലും പോവും, 2 കൂടി പോയി കൂട്ടിനെന്തായാലും സജിനയും കാണും കേട്ടോ, പോയിരുന്ന് 1-2 എണ്ണി കളിക്കാം. അല്ലെങ്കിൽ ആ കുട്ടി ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം അതങ്ങോട്ട് കൊടുത്താൽ മതി. ും പൊക്കി ഉള്ള കമന്റ്സ് ആണ്. അതുകൊണ്ട് സജന ചേച്ചി അല്ല, റസൂൽ പൂക്കുട്ടി. സജന ചേച്ചിയുടെ ഒരു തേങ്ങയുമില്ല.
റസൂൽ പൂക്കുറ്റി പറ്റിക്കാൻ കൊടുത്തത്. ഇപ്പോഴും റസൂൽ പൂക്കുറ്റിയുടെ വിചാരം വയറ്റി കിടക്കുന്നത് റസൂൽ പൂക്കുറ്റിയുടെ ആണെന്ന് പോലും അറിഞ്ഞൂടാ ശരിക്കും. എന്നിട്ട് റസൂൽ പൂക്കുറ്റി വരണ്ടിട്ട് നിൽക്കുക. കാരണം എന്താണെന്നറിയോ, റസൂൽ പൂക്കുറ്റി അങ്ങണം സജനക്കെതിരെ ഏതെങ്കിലും രീതിയിൽ തിരിഞ്ഞെന്നങ്ങനെ കണ്ട പിന്നെ റസൂൽ പൂക്കുറ്റി പോയി ആത്മഹത്യ ചെയ്താൽ മതി. അതുകൊണ്ടിട്ട് റസൂൽ പൂക്കുറ്റി പേടിച്ച് മുള്ളി ഇങ്ങനെ ഇരിക്കും. റസൂൽ പൂക്കുറ്റി മുള്ളി ഇരിക്കുന്നതോറും റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യനെ റസൂൽ പൂക്കുറ്റി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളാരും അല്ല ഒന്നും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് പ്രശ്നമുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ആ സ്ത്രീയുടെ കാര്യം ഓർത്തിട്ട് ശരിക്കും പറഞ്ഞ സഹതാപം തോന്നുന്നു കേട്ടോ. മറ്റൊന്നുമല്ല, അവർക്ക് ഒരു അസുഖമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പോലും അവരുടെ ഭർത്താവിനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു ഭാര്യനാണ് ഈ പറയുന്ന വ്യക്തി വഞ്ചിച്ചത്. നിങ്ങളൊക്കെ എന്ത് അവാർഡ് നേടിയിട്ടും യാതൊരു പ്രയോജനവുമില്ല. കാരണം സ്വന്തം പാർട്ട്ണറെ വഞ്ചിക്കുക എന്ന് പറയുന്നത് ലോകത്ത് ഒരു മനുഷ്യനും നോർമലി ചെയ്യാത്തൊരു കാര്യമാണ്. ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ട്, കുറേ അധികം കാട്ടപരാധങ്ങൾ. അവർക്കെല്ലാം ഈ ഒരു അവസ്ഥ തന്നെയാണ് വരുന്നത്. എന്നാലും അടവടെല്ലാം പെട്ടു. ഈ എലിക്കണി കൊണ്ട് സുന വെച്ച അവസ്ഥയാണ്. കെണിയിൽ പെടുകയും ചെയ്ത് കെണിയൊട്ട് ഊരി മാറ്റാനും പറ്റത്തില്ല. അത് ചെന്നുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ കൂടി നടന്നേ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഓസ്കാർ അവാർഡ് ജേതാവ് എന്തായാലും ചെന്ന് പെട്ടു. ഇനിയിപ്പോൾ ചുമക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ബാക്കിയും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ സജന ചേച്ചിയുടെ ഒരു മെസ്സേജ് ഈ പറയുന്ന ദിയ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസകരമായിരുന്നു. ഞാനത് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു വിഷയത്തിൽ അധികം പ്രതികരിക്കേണ്ട എന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്നാലും ഈ ഒരു വിഷയത്തിനകത്ത് സ്വർണ്ണക്കടത്ത് അത് മുഖ്യ ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. എന്നാലും നമുക്ക് അതും കൂടി കണ്ടിട്ട് നിർത്തിയേക്കാം. കാരണം അധിക സമയം ഇരിക്കാണ്ട് എനിക്ക് വായിക്കാം. പെണ്ണ് വന്ന് നിന്നിട്ട് വിഷയം പറഞ്ഞു പറഞ്ഞു സജനക്കെതിരെ. ആ പെണ്ണ് പ്രശ്നമാണെങ്കിൽ ആ പെണ്ണിനെതിരെ കേസുണ്ടാവട്ടെ. പക്ഷെ ആ പെണ്ണിന്റെ കൂടെയാണ് അവള് നിന്നത്. ഇനി അവള് ഗോൾഡ് കരിയർ ആയെന്ന് പറഞ്ഞാലും അവള് മറ്റതാണെന്ന് പറഞ്ഞാലും അവള് മറിച്ചതാണെന്ന് പറഞ്ഞാലും ഇവള് പറഞ്ഞായിരുന്നല്ലോ ഇന്റർവ്യൂല് വന്നിരുന്നു. ഇവളും അതിന്റെ പാർട്ടാണ്. ഇവളും അതിന്റെ പ്രതിഫലം പറ്റിയിട്ടുണ്ട് സജന. അതിന്റെ പ്രൂഫ് ഉണ്ട്. സജന അവിടെ നിന്ന് അയക്കണ വോയിസ് മെസ്സേജ്, മോളെ പേടിയാവണം മക്കളെ, എന്നാലും ഞാനിത് കൊണ്ടുവരികയാണേ എന്ന് പറയുന്നതിന്റെ പ്രൂഫ് ഉണ്ട്. സജന സ്വർണ്ണക്കടത്ത് നടത്തിയതിന്റെ പ്രൂഫ് ഉണ്ട്. അപ്പോൾ പതിവ് പോലെ ഈ ദുബായ് ബേസ് ഇനാഗ്രേഷനും മറ്റ് ഫംഗ്ഷനും ഒക്കെ നമ്മുടെ സെലിബ്രിറ്റീസ് പോകുന്നത് മറ്റ് പല ആക്ടിവിറ്റീസും ഇതിന്റെ മറവിൽ നടത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള ആരോപണം ഇതിനു മുൻപും പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. രേണുസുതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതേ കണക്ക് നിരവധി സെലിബ്രിറ്റീസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരെക്കുറിച്ചും പലരും വിളിച്ച് പറയാറുണ്ട്. നമ്മുടെ മലയാളത്തിലെ പല പ്രമുഖ നടിമാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് അത്യാവശ്യം ധാരണയുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകളൊന്നുമില്ല. പിന്നെ നമ്മുടെ ശാന്തിവിള ദിനേശ് പറഞ്ഞ ആങ്കറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. എനിക്ക് അവരുടെ പേര് ഇതിനകത്തോട്ട് വലിച്ചെടുക്കണമെന്ന് താല്പര്യമില്ല. ആരെങ്കിലും എടുത്തോണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പിന്നാലെ പോകും. അല്ലാതെ അത് വലിച്ചു വാരി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് മേടിച്ച് തലകളിൽ വെക്കാണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ പറഞ്ഞ പല പല കാര്യങ്ങളെ കുറിച്ച് എനിക്കും അത്യാവശ്യം ഇൻഫർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഉള്ള കുറേ അധികം ആളുകൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ ഗൾഫിലുണ്ട്. അതേപോലെ തന്നെ എന്നെ സബ് ചെയ്തിരിക്കുന്ന കുറേ അധികം ആളുകൾ ഗൾഫിലുണ്ട്. അവരെല്ലാം ഇടയ്ക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാറുള്ളതാണ്. അന്നേരം അവർക്ക് കിട്ടുന്ന ചില ചില ഇൻഫർമേഷനുകൾ എനിക്ക് പാസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ എന്തായാലും ഇത് പുറത്തോട്ട് വിടത്തില്ല. നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം എവിഡൻസ് ഇല്ല. നിങ്ങൾ പറയുന്ന ജസ്റ്റ് ഒരു പേര് വെച്ചുകൊണ്ട് എനിക്ക് എന്തായാലും ഇത് ടോപ്പിക് ആക്കാൻ പറ്റില്ല. അതാണ് തന്നെ അയച്ചു തരുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ചില വിഷയങ്ങളിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ സാധനം എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം അതെല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ആണ്. പിന്നെ ഇതെല്ലാം കൂടി എടുത്ത് പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ മിനിമം 7 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും ഞാൻ അടയ്ക്കേണ്ടി വരും, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അങ്ങനെ പോക്സോ കേസോ മറ്റ് കേസുകളോ ഒന്നും വാങ്ങി തലയിലിട്ട് വെക്കാൻ എനിക്ക് സമയമില്ല. അത്യാവശ്യത്തിന് കേസുണ്ട്. ആ കേസുകളെല്ലാം തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇമാതിരി ഒരു നാറ്റക്കേസ് എടുത്ത് തലയിൽ വെക്കാണ്ട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്കുള്ളതെല്ലാം നല്ല അന്തസ്സായിട്ട് ഞാൻ പറയാം സമരം ചെയ്തതിന്റെ കേസുകളൊക്കെ. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്ത സമരങ്ങളുടെ ഭാഗമായിട്ട് എനിക്കിതിന് നിരവധി കേസുണ്ട്. ആ കേസുകളിലെല്ലാം എന്റെ വീട്ടുകാർക്ക് ആത്മാഭിമാനത്തോടെ പറയാം, അതൊരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവമാണ്. അല്ലാതെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് കളിച്ചിട്ടില്ല. അതായത് ഒരു അബ്യൂസിനിരയായ ഒരു പെൺകുട്ടിയുടെ വോയിസ് എടുത്ത് വെച്ച് പുറത്തോട്ടിട്ടതിന്റെ പേരിലല്ല എനിക്കെതിരെ കേസ് വരുന്നത്.
അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും കൊച്ചു പെൺപിള്ളേരെ കുറിച്ച് ലൈംഗിക അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ എനിക്കിതിരെ കേസ് വന്നിട്ടില്ല. സ്ത്രീകളെ കുറിച്ച് അവർ സെക്സ് ചാറ്റ് നടത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർ വേ പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിന്റെ പേരിലോ വീഡിയോ ചെയ്തതിന്റെ പേരിലോ എനിക്കെതിരെ കേസ് വരില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പല ആരോപണങ്ങൾ വരുമ്പോഴും പലരെ കുറിച്ച് വരുമ്പോഴും ഞാൻ ചിലതൊക്കെ ഒഴിവാക്കി വിടുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊക്കെ സത്യം ഉണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ എടുത്തു വെച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഞാൻ ഒരു ദാക്ഷിണ്യം കാണിക്കില്ല. കാരണം അത് എക്സ്പോസ് ചെയ്യും. അത് ഇപ്പോൾ പോലീസ് സാർ എന്നോട് ചോദിച്ചാലും എനിക്ക് മുന്നോട്ട് വെക്കാൻ തെളിവുണ്ട്. സാറേ ഈ സാധനങ്ങളല്ല ഇവർ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അതെടുത്ത് വെച്ച് ഞാൻ റിയാക്ട് ചെയ്തു. കാരണം കൊച്ചു കുട്ടികൾ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ മാത്രമേ ഞാൻ കട്ട് ആൻഡ് റൈറ്റ് എനിക്ക് തോന്നുന്നത് കൃത്യമായ രീതിയിൽ പറയാറുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ നാവാണ്ട് എന്നെ കിട്ടില്ല. അപ്പോൾ ശരി എന്നാ, ബൈ.